വെൽക്കം ബാക്ക് ടു ഫിലിമി ബീച്ച് മലയാളം. അപ്പോൾ മധുർ രാജ ആവേശത്തിലാഴ്ത്തി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങിയവർ പറയുന്ന ചർച്ച എന്ന് പറയുന്നത്, പോക്കിരി രാജയാണോ മധുർ രാജയാണോ മികച്ച സിനിമ, ഏതാണ് മികച്ച സിനിമ? ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പൊടിപൊടിക്കുകയാണ്. വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുമുണ്ട്. എന്തായാലും നമുക്ക് ഈ രണ്ട് സിനിമകളെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യാം. പോക്കിരി രാജയിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ ഈ സിനിമ പോക്കിരി രാജ അല്ലായിരുന്നു, പോക്കിരി സൂര്യയായിരുന്നു. മമ്മൂട്ടിയുടെ നിഴൽ പോലും ആ ഒരു സമയത്തില്ലായിരുന്നു. രാജയെ പറ്റിയുള്ള പരാമർശങ്ങൾ അയാൾക്കായി ശ്വാസം മടക്കി പിടിച്ച് കാത്തിരിക്കാൻ കാണികളെ നിർബന്ധിക്കുന്ന ഒരു സിനിമയായിരുന്നു പോക്കിരി രാജ എന്ന് പറയുന്നത്. പൃഥ്വിരാജിന്റെ ഒറ്റയാൾ പ്രകടനം ആസ്വദിക്കുമ്പോഴും ഏവരുടെയും ചോദ്യം ഇതായിരുന്നു, എവിടെ മമ്മൂട്ടി എവിടെ? എന്തായാലും സിനിമ തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിട്ടും മമ്മൂട്ടിയെ കാണാതെ വിഷമിച്ച പ്രേക്ഷകരെ ശരിക്കും ആവേശം കൊള്ളിച്ച ഒരു ഇടിമിന്നൽ പോലെയായിരുന്നു പോക്കിരി രാജയായി നമ്മുടെ മമ്മൂട്ടി എത്തിയത്. രാജ, ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും പോക്കിരി രാജ. ഞാൻ രാജ, ഞാനും സൂര്യയും രണ്ടല്ല ഒന്നാണ്, ഒരു തന്തയ്ക്ക് പിറന്ന മക്കൾ. എതിരാളികളുടെ നെഞ്ചും കൂടി ഇടിച്ചു തകർത്ത് അയാൾ പറഞ്ഞപ്പോഴൊക്കെ തിയേറ്റർ ഇളകി മറിയുകയായിരുന്നു. എന്തായാലും അനുജന്റെ രക്ഷയ്ക്ക് വേണ്ടി പോക്കിരി രാജ കളത്തിലിറങ്ങിയായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമ മുന്നോട്ട് പോയി. പിന്നീടുള്ള രംഗങ്ങളുടെ എരിവും ചൂടും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടനുഭവിക്കുക തന്നെ വേണമായിരുന്നു. എന്തായാലും ആദ്യ പകുതിയുടെ ആദ്യ ഭാഗങ്ങളിൽ നിറഞ്ഞു നിന്നത് പൃഥ്വിയുടെ കയ്യിലായിരുന്നു സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നീട് പോക്കിരി രാജയിൽ സിനിമയുടെ കടിഞ്ഞാൺ മമ്മൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്നൊരു പടയോട്ടമാണ് സിനിമയുടെ തന്നെ. ഓരോ സീനിലും ഓരോ ഷോട്ടിലും മമ്മൂട്ടിയുടെ താരപ്രകടനം, അടി, ഡാൻസ്, ഡയലോഗ്, ആരാധകർക്ക് എന്തു വേണമോ അതെല്ലാം. എന്തായാലും നവാഗതനായ വൈശാഖ് അന്നൊരിക്കെ പോക്കിരി രാജ മെഗാ വിജയമാകും എന്ന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയുകയും ചെയ്തു. എന്തായാലും ആ സിനിമ മെഗാ വിജയമാവുകയും ചെയ്തു. ഇതാണ് പോക്കിരി രാജയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. രണ്ടാം ഭാഗമായി മധുർ രാജ വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഒരു സിനിമയാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് പൃഥ്വിരാജ് ഇല്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ പോക്കിരി രാജ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയും അതുപോലെ തന്നെ പൃഥ്വിരാജുമായിട്ടുള്ള കോംബോ നമുക്ക് നല്ല രസമായിരുന്നു. 2010 ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കോംബോ നമുക്ക് ഒരുപാട് രസമുണ്ടായി. മാത്രമല്ല വൈശാഖ് എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഒരു സിനിമ വരുന്നത്. അപ്പോൾ എന്തായാലും എപ്പോഴും മികച്ചു നിൽക്കുന്നത് ഒരു ആദ്യ ഭാഗം തന്നെയാണെന്നാണ് സിനിമ വൃത്തങ്ങളിലുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷേ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാറിയിരിക്കും. പക്ഷെ മധുർ രാജയിലേക്ക് വരികയാണെങ്കിൽ മധുർ രാജ പോക്കിരി രാജയേക്കാൾ പല ഭാഗങ്ങളിലും മികച്ചു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാജിയുടെ ക്യാമറ വർക്കൊക്കെ കൊള്ളാം. നല്ല കളർഫുൾ സിനിമയാക്കി മധുർ രാജയെ മാറ്റുന്നതിൽ ക്യാമറാമാൻ്റെ പങ്ക് പരാമർശിക്കാതെ തന്നെ വയ്യ. മാത്രമല്ല പഞ്ച് ഡയലോഗുകൾക്ക് നൽകിയ പ്രത്യേക ആംഗിളുകളും ശ്രദ്ധേയമാണ്. പോക്കിരി രാജയിലേക്ക് വരികയാണെങ്കിൽ വെറുതെ മസിൽ കാണിച്ച് നടന്നാൽ പോരാ മോനെ, അഭിനയം മുഖത്ത് വരണം എന്ന് മമ്മൂട്ടി പൃഥ്വിരാജിൻ്റെ മുഖത്ത് നോക്കി കാച്ചുന്ന ആ ഒരു ഡയലോഗിലൊക്കെ അന്ന് തിയേറ്റർ ഇളകി മറിയുകയായിരുന്നു. എന്തായാലും ആ ഒരു ഡയലോഗിൻ്റെ ഇഫക്റ്റ് മിനിറ്റുകളോളം തിയേറ്ററിൽ അന്ന് കാണുകയും ചെയ്തായിരുന്നു. പിന്നീടൊന്ന് മറൊരു ഡയലോഗുണ്ട്, അനിയനാണുള്ളതൊക്കെ ശരി തന്നെ, അണ്ണം തോൽക്കുന്നത് ഞങ്ങൾ ഫാൻസിന് സഹിക്കുന്നില്ല. എങ്ങനെയുണ്ട്? അതിനും കിടിലം മറുപടിയായിരുന്നു. എന്തായാലും പഞ്ച് ഡയലോഗിൻ്റെ കാര്യത്തിൽ പോക്കിരി രാജ തന്നെയാണ് മുന്നിൽ നിൽക്കുക എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. മധുർ രാജയിലേക്ക് വരികയാണെങ്കിൽ രാജ കുറച്ചും കൂടെ ഡയലോഗിലൊക്കെ ഒന്ന് കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കോമഡിയുടെ കാര്യത്തിൽ നമുക്ക് കമ്പാരിസൺ ഒന്നുമില്ല. എന്തായാലും സുരാജിൻ്റെ പ്രകടനങ്ങളൊക്കെ നന്നായത് പോക്കിരി രാജയിൽ തന്നെയാണ്. ഫൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു രക്ഷയുമില്ല. നമുക്കറിയാം പീറ്റർ ഹെയിൻ്റെ സംഘടനമാണ്. അതുകൊണ്ട് തന്നെ മധുർ രാജയിലെ ഫൈറ്റും പോക്കിരി രാജയിലെ ഫൈറ്റും തമ്മിൽ കമ്പാരിസൺ പറ്റത്തില്ല. പിന്നെയുള്ളത് ഇൻട്രോ സീൻ. ഒന്നും പറയാനില്ല, പോക്കിരി രാജയിലെ ഇൻട്രോ സീൻ തന്നെയാണ്. കാരണം പോക്കിരി രാജയിലാണ് മധുർ രാജയുടെ അവതാരം പിറവി ഇറങ്ങുന്നത്. അപ്പോൾ ഒരു അവതാര പുരുഷൻ വരുമ്പോൾ അതിനുള്ള ഇൻട്രോ പഞ്ച് എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന, പ്രേക്ഷകർക്ക് അറിയത്തില്ല രാജ ആരാണെന്ന്. അപ്പോൾ ആ ഒരു ഇൻട്രോ പഞ്ചിന് തന്നെയാണ് എപ്പോഴും കൈയടി കിട്ടുക. രണ്ടാം ഭാഗമായപ്പോഴത്തേക്ക് നമുക്ക് രാജനെ അറിയാം. അപ്പോൾ അത്രയും ഒരു എഫക്റ്റ് നമുക്ക് രണ്ടാം ഭാഗത്തിൽ എന്തായാലും കിട്ടത്തില്ല. പക്ഷെ പറഞ്ഞു വരികയാണെങ്കിൽ പോക്കിരി രാജയേക്കാൾ മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് മധുർ രാജ. അത് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കൂടുതൽ കമ്പാരിസണിലേക്കൊന്നും പോകുന്നില്ല. ടെക്നിക്കലി രണ്ട് സിനിമകളെ വെച്ച് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ മധുർ രാജ പോക്കിരി രാജയേക്കാൾ മുന്നിൽ നിൽക്കും എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ രണ്ട് സിനിമയും തമ്മിലുള്ള കമ്പാരിസൺ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. രണ്ടും രണ്ട് സിനിമകളാണ്. എന്തായാലും ടെക്നിക്കലി അല്ലെങ്കിൽ കണ്ടിരിക്കാൻ, ഫൈറ്റിൻ്റെ കാര്യത്തിൽ ആവേശം കൊള്ളിക്കാൻ മധുർ രാജ വേറെ ലെവൽ തന്നെയാണ്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.